ലോകത്തെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇറാനെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഇറാന്റെ ആണവ നിലയങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. മേഖലയിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇറാനിയൻ തലസ്ഥാനത്ത് ഇന്ന് രാവിലെ സ്ഫോടനങ്ങൾ കേട്ടതായി സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാന്റെ വ്യോമ പ്രതിരോധം 100% പ്രവർത്തനശേഷിയിലാണെന്നും സ്റ്റേറ്റ് TV പറയുന്നു. ആക്രമണത്തിൽ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. അതിനിടെ ഇറാന്റെ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രയേൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓപ്പറേഷനെ തുടർന്ന് ടെഹ്റാനിൽ നിന്ന് തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഇറാനെതിരെ ഇസ്രായേൽ ഭരണകൂടം നടത്തിയ ഈ മുൻകരുതൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിനും അതിലെ സാധാരണക്കാർക്കും നേരെ സമീപ ഭാവിയിൽ ഒരു മിസൈലോ ഡ്രോൺ ആക്രമണമോ പ്രതീക്ഷിക്കുന്നു എന്നാണ് കാറ്റ്സ് പറഞ്ഞത്. അതേസമയം ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അമേരിക്കൻ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ന് രാത്രി ഇറാനെതിരെ ഇസ്രായേൽ ഏകപക്ഷീയമായ നടപടി സ്വീകരിച്ചു. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. മേഖലയിലെ അമേരിക്കൻ സേനയെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ മുൻഗണന. ഈ നടപടി ഞങ്ങളുടെ സ്വയം പ്രതിരോധത്തിന് ആവശ്യമാണെന്ന് ഇസ്രായേൽ ഞങ്ങളെ അറിയിച്ചിരുന്നു എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞത്. റിപ്പോർട്ടുകളനുസരിച്ച് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണങ്ങൾ നടത്തിയെന്നാണ് അറിയുന്നത്. ഇറാനിലെ ആണവ പദ്ധതിയെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് നേരത്തെ ഇറാൻ പ്രതിരോധ മന്ത്രി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ കൂടുതൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കയ്ക്ക് തന്നെയായിരിക്കുമെന്നതിൽ സംശയമില്ല എന്നാണ് മന്ത്രിസഭാ യോഗത്തിനിടെ ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർസാദെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഇറാന്റെ അടുത്ത നീക്കം എന്താകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന് നേരെയുള്ള ഈ ആക്രമണത്തെ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇസ്രായേൽ വിളിക്കുന്നത്. കൃത്യമായ മുന്നൊരുക്കം കൂടെയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നത്. സ്ഫോടനം നടന്നതായി ഇറാൻ സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് എഫി ഡെഫ്രിൻ ഈ ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോയും ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഇറാൻ ഈ കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല.